ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മധുരയ്ക്ക് പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ റൂമിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളപ്പോൾ റൂമിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, മധുരയിൽ പോയിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ്. നമ്മൾ മധുരയിൽ പോയിട്ട് ആദ്യമായിട്ട് പോണത് മധുര മീനാക്ഷി ക്ഷേത്രത്തേക്കാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അടുത്താണ് ഈ മധുര മീനാക്ഷി ക്ഷേത്രം. നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷേ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തേക്ക് പോവുകയാണ്. നമുക്ക് അകലം തന്നെ പോകുമ്പോൾ വലിയ ഗോപുരങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ അടുത്തേക്ക് എത്തും തോറും രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരായിരുന്നു കേട്ടോ. ആ ക്ഷേത്രത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതേപോലെ പൂവ് അങ്ങനത്തെ എല്ലാ നെയ്യ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് നിറയെ കച്ചവടക്കാരാണ് രണ്ട് ഭാഗത്തും. പിന്നെ അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും പിന്നെ സ്മാർട്ട് വാച്ച്, ചെരുപ്പ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കടത്തി വിടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടങ്ങണതിൻ്റെ തൊട്ട് മാറിയിട്ട് തന്നെ ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് പോയത്. ധ്യാനുവിൻ്റെ വെള്ളം കുപ്പിയായി പിടിച്ചു കേട്ടോ. പിന്നെ ഭയങ്കര ചെക്കിങ് കേട്ടോ, നല്ല ചെക്കിങ്ങും കാര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അവിടെ പോയിട്ട് മലയാളം ഒട്ടും കേൾക്കാത്ത പോലെ നമ്മൾ മാത്രം മലയാളം സംസാരിക്കണുള്ളൂ തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, പിന്നെ അതേപോലെ വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ പ്രത്യേക ഫീസ് അടച്ചിട്ട് കയറുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അധികം ക്യൂ നിൽക്കാണ്ട് ഫ്രണ്ടിൽ പോയിട്ട് ദർശനം കിട്ടും കേട്ടോ. നമ്മൾ ക്യൂ നിന്നിട്ടാണ് കേട്ടോ പോയത്. ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. 2500 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ക്ഷേത്രം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ തെക്കേ ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. വൈഗ നദിക്കരയിലുള്ള മധുര പട്ടണത്തിലാണ് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം ഉള്ളത്. അതേപോലെ മധുര അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് ടെമ്പിൾ എന്നാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ ഈ മധുര മീനാക്ഷി ക്ഷേത്രം. 14 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് ഈ ക്ഷേത്രം വ്യാപിച്ച് കിടക്കുന്നതെന്നാണ് അറിയണത്. പിന്നെ അതേപോലെ 14 ഗോപുരങ്ങളും പിന്നെ കുറേ കൽമണ്ഡപങ്ങളുമാണ് അവിടെ ഉള്ളത്. ശിവനെ സുന്ദരേശനായും പാർവതിയെ മീനാക്ഷിയായുമാണ് ഇവിടെ പൂജിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ മീനാക്ഷി സുന്ദരേശൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഒരു കുഞ്ഞൊരു ചരിത്രം മാത്രമാട്ടോ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ പറയണത്. പാർവതിയുടെ അവതാരമായി ജനിച്ച മീനാക്ഷിക്ക് 3 സ്ഥാനങ്ങൾ ഉണ്ടാവുകയും ഭാവി വരനെ സന്ദർശിച്ചാൽ ഉടൻ 3ാം സ്ഥാനം ഇല്ലാതാകുമെന്നും ഒരു അശരീരി ഉണ്ടായി. 64 കലകളിലും നൈപുണ്യം നേടിയ മീനാക്ഷി കൈലാസം സന്ദർശിച്ചപ്പോൾ ശിവനെ കാണാൻ ഇടയായി. ഉടൻ തന്നെ 3ാം സ്ഥാനം അപ്രത്യക്ഷമാവുകയും അപ്പോൾ മീനാക്ഷിക്ക് താൻ ശിവൻ്റെ പത്നിയാവേണ്ട ആളാണെന്നും താൻ പാർവതിയുടെ അവതാരമാണെന്നും തിരിച്ചറിവുണ്ടായി. ശിവൻ്റെ കൂടെ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് ഇവരുടെ വിവാഹവും രാജാവ് നിശ്ചയിച്ചു. മധുരയിലെ ഒരു വിശ്വാസപ്രകാരം മീനാക്ഷി വിഷ്ണുവിൻ്റെ സഹോദരിയാണ്. അപ്പോൾ മധുരയിൽ വെച്ച് വിഷ്ണുവാണ് മീനാക്ഷി സുന്ദരേശ വിവാഹം നടത്തി കൊടുത്തത് എന്നുള്ള ഒരു ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ആ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദേവന്മാരും പങ്കെടുത്ത ഭൂമിയിലെ ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ അവരുടെ വിവാഹം എന്നത്. വിവാഹ വേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശങ്ങളിലുമായി നിലകൊണ്ടു. വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും ശിവനും വർഷങ്ങളോളം മധുര രാജ്യം ഭരിച്ചെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം. പിന്നീട് ഇവരുടെ വിവാഹം തിരുകല്യാണം എന്ന പേരിൽ ആചരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയും ഒരുപാട് ആഘോഷങ്ങൾ ദിവസം പ്രതി അവിടെ നടക്കാറുണ്ട്. നവരാത്രി അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയും ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറേയൊക്കെ ഞാൻ അറിഞ്ഞതുണ്ട് എൻ്റെ മൈൻഡിൽ, കുറച്ചൊക്കെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു. പിന്നെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഭൂമിയിൽ വെച്ചിട്ട് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ക്ഷത്രിയ വിവാഹം നടന്ന സ്ഥലമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. പിന്നെ അവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദില്ലി ഭരിച്ചിരുന്നവർ മധുര ക്ഷേത്രം തകർക്കുക ഉണ്ടായിട്ടാണ്.
അതൊരു 60-68 വർഷങ്ങളോളം ഈ ക്ഷേത്രം അങ്ങനെ അടഞ്ഞു കിടന്നു, ആ ഒരു ക്ഷേത്രം തകർത്തതിന് ശേഷം. പിന്നെ തിരുമല നായക്കർ എന്ന രാജാവാണ് ശാസ്ത്രപ്രകാരം ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രൂപത്തിലാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഗോപുരം കാണുമ്പോൾ തന്നെ വലിയ അത്ഭുതമായിട്ട്, കാരണം ഒരുപാട് ഈ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടും അതിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ഇതിനും ഓരോ ചരിത്രം ഉണ്ടാവും. നമുക്ക് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അങ്ങനെ അറിയാത്തതുകൊണ്ടാവും. ഓരോന്നിനും നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ ഇൻ്റർനെറ്റിലും കാര്യത്തിലൊക്കെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്. വലിയൊരു കുളമാണ് കേട്ടോ, അതിനെ പൊൻതാമരക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിരവധി മണ്ഡപങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഷ്ടശക്തി മണ്ഡപം, മീനാക്ഷി നായ്ക്കർ മണ്ഡപം, അങ്ങനെ പിന്നെയും കൽമണ്ഡപങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് 1000 കാൽ മണ്ഡപത്തിലേക്കാണ് കേട്ടോ. അവിടെ 985 തൂണുകളാണ് ഉള്ളത്, പക്ഷേ അറിയപ്പെടുന്നത് 1000 കാൽ മണ്ഡപം എന്നാണ്. നമുക്ക് ഏതൊരു ഭാഗത്തുനിന്ന് നോക്കിയാലും ഒരേപോലെ തോന്നും. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പക്ഷേ അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു മനുഷ്യൻ്റെ ഒരു കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. എനിക്ക് അവിടെ പോയിട്ട് അനുഭവിച്ചതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് വീട്ടിൽ വന്നപ്പോഴാണ് അതൊക്കെ ഒരു ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് പിന്നെ എനിക്കത് തോന്നിയത് തന്നെ. അപ്പോൾ എനിക്ക് ഒരു വട്ടം കൂടി എന്തായാലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കണ്ണേക്കോട് പണിക്ക് ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ അവസരങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കൽ കൂടി എന്തായാലും അവിടേക്ക് പോകണം. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ കുറച്ചൊരു എന്താ പറയുക, ഒരു 10ൽ 1 ഭാഗമൊക്കെയാവും ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ അത്രയ്ക്ക് വീഡിയോസുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ കണ്ണാൽ കണ്ടിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളും അല്ലെങ്കിൽ ചെവിയാൽ കേട്ടിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളുമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ പറയാൻ എനിക്ക് കുറച്ച് വീഡിയോസും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിതിനെ പറ്റിയിട്ട് എന്തായാലും അറിയണം, നിങ്ങളങ്ങോട്ട് പോകണം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് പോയിട്ട് ഇതിനെപ്പറ്റി അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് വൈകുന്നേരമാണ് അമ്പലത്തേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയം നമുക്കിതാ ഈ സെൽഫിയിലൊക്കെ കാണുന്ന പോലെ ഈ സമയം ആയേക്കുന്നു. അപ്പോഴും അമ്പലത്തിൻ്റെ അടുക്കും തോറും ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു മനസ്സിലൊരു കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകളും ഒരുപാട് ആശ്വാസം തരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഉള്ളിൽ പോയപ്പോൾ. നമുക്ക് ദർശനമൊക്കെ നല്ല രീതിക്ക് ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ദർശനം നല്ല രീതിക്ക് നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെയാണ് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ ഫുഡ് വാങ്ങി കൊടുന്ന് പാഴ്സൽ വാങ്ങിക്കൊണ്ടിരട്ടെ ചെയ്തു. ഫുഡ് പാഴ്സൽ വാങ്ങി കൊടുത്തിട്ട് അത് കഴിക്കൽ കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് ഞങ്ങളൊന്ന് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ധ്യാനൂട്ടനും പൊന്നൊക്കെ ഉറങ്ങിയിട്ടോ. ഞാൻ ഇവിടെ TV കണ്ടിട്ടിരിക്കുകയാണ്. TV സൗണ്ട് കമ്മിയാക്കിയൊക്കെയാണ്, കോപ്പിറൈറ്റ് വന്നാലോ വിചാരിച്ചിട്ട് സൗണ്ട് കമ്മിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷം. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പിറ്റേ ദിവസത്തെ ഒരു സ്ഥലത്തേക്കും കൂടി നമ്മൾ പോയി. അതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെയും പറയണം, ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് പോകണം, ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.